മറ്റൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനയാണെങ്കിൽ നവ്യയോട് അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യത്തിനൊക്കെ സൂചന നവ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. നവ്യയ്ക്കും നല്ല സംശയമാകുന്നുണ്ട്. എങ്കിൽ പോലും അഭിയെ അത്രയ്ക്കും അകമഴിഞ്ഞ് വിശ്വസിക്കുകയാണ് നവ്യ. നവ്യയുടെ മനസ്സിലാണെങ്കിൽ കുറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അഭി ഇത്രയും കാലം എന്നെ സ്നേഹിച്ചതൊക്കെ കള്ളമായിരുന്നോ എന്നൊക്കെ അവൾ ആലോചിക്കുകയാണ്. ഇപ്പൊ പോലും അഭിയാണെങ്കിൽ എന്ത് സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറുന്നത്, എനിക്ക് എന്തൊക്കെയാണ് വാങ്ങിത്തരുന്നത്. ഇപ്പോഴാണെങ്കിൽ എപ്പോഴും അവന്റെ ഫോൺ എന്റെ അരികിലാ. ഒരിക്കൽ പോലും ആ ഫോൺ അവൻ മാറ്റിവെക്കാറില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ഈശ്വര, എനിക്ക് അഭിയെ സംശയിക്കാനും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആകെപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കാണ് നമ്മുടെ നവ്യ. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. നയന പറഞ്ഞതൊക്കെ സത്യമാണോന്ന് എനിക്കറിയണം. അഭിയാണോ ചന്തുമോളുടെ അച്ഛൻ എന്നെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനാണെങ്കിൽ ഇന്ന് അവന്റെ അവസാനമായിരിക്കും എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ അവരുടെ കഥകൾ ലോക്ക് ചെയ്തതിനു ശേഷം മുറി മുഴുവൻ അരിച്ചു പെറുക്കാണ്. എന്തെങ്കിലും ഒരു സൂചന അവന്റെ പക്കൽ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നവ്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നവ്യ എല്ലായിടവും നല്ലവണ്ണം അരിച്ചു പറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കബോർഡിനകത്ത് ഒരു സ്ഥലത്തായിട്ട് എന്തോ ഒരു സാധനം മറച്ചു വെക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിയുടെ ഡ്രസ്സിന്റെയൊക്കെ ഏറ്റവും അടിയിലായിട്ടാണ് ഒരു കവറിലാക്കി എന്തോ വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് പറഞ്ഞ് നവ്യ ആ ഒരു കവർ എടുക്കുന്നുണ്ട്. ആ കവറിൽ നിന്നും അവൾക്ക് കിട്ടുന്നത് ഒരു ഫോണാണ് കേട്ടോ. ആ ഫോൺ കണ്ടപാടെ അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഈശ്വര, ഇത് ഏത് ഫോണാ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇനി അബിയുടെ പഴയതുപോലെ ആയിരിക്കുമെന്ന് നവ്യ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഫോൺ എടുത്ത് തിരിച്ചു മറിച്ചൊക്കെ നോക്കാണ്. അവളത് ലോക്ക് അഴിക്കാൻ ശ്രമിക്കുമ്പം പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും സൈഡ് ഇങ്ങനെ തുറക്കുമ്പോഴേക്കും സ്ക്രീനിലുള്ള ഫോട്ടോസ് കാണാമല്ലോ. ആ ഫോട്ടോയില് അനഘയുടെയും കുഞ്ഞിന്റെയും ഫോട്ടോ കാണുകയാണ്. ഇത് കണ്ടപാടെ നമ്മുടെ നവ്യയുടെ ചങ്കിനകത്ത് ഒരു വെള്ളിടി വിട്ടുന്നുണ്ട് കേട്ടോ. അവൾക്കൊരു മിന്നലേറ്റൊരു പ്രതീതിയായിരുന്നു. അപ്പോ ഈശ്വര, അപ്പം അവൻ എന്നെ ചതിക്കായിരുന്നോ എന്ന് അവൾ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഇത് അനഘയുടെ ഫോണായിരിക്കുമല്ലോ. അനഘയുടെയും കുഞ്ഞിന്റെ വാൾപേപ്പറായി കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും അനഘയുടെ ഫോണായിരിക്കും. ഇത് തുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് പറഞ്ഞ് അവൾ നോക്കാണ്. ഈ ഒരു സമയത്ത് അവൾ അതിന്റെ സ്ക്രീനൊക്കെ ഇങ്ങനെ ഇതാക്കിയൊക്കെ നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഫിംഗർ പ്രിന്റ് അറിയാൻ പറ്റുമോ എന്നൊക്കെയാണ് നോക്കുന്നത്. നോക്കുമ്പോൾ ഇങ്ങനെ പാസ്വേഡ് കിടക്കുന്നത് അവള് കാണുന്നുണ്ട്. എന്തായിരിക്കും ഇവളുടെ പാസ്വേഡ് എന്ന് കുറെ നേരം ആലോചിക്കുന്നുണ്ട്. അവള് 2-3 തവണയൊക്കെ അടിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ടും പാസ്വേഡ് ശരിയാവുന്നില്ല. അപ്പൊ മനസ്സിലോർക്കാണ്, ചന്തുമോളുടെ ബർത്ത്ഡേറ്റ് ഈ കഴിഞ്ഞ ദിവസമല്ലേ കഴിഞ്ഞത്. അങ്ങനാണെങ്കിൽ അതായിരിക്കും. ആ ഒരു പാസ്വേഡ് അടിച്ചു നോക്കിയാലോ എന്നും പറഞ്ഞ് ആ ഒരു പാസ്വേഡ് അടിച്ചു നോക്കാണ്. എന്തായാലും നവ്യയുടെ ബുദ്ധി പക്കായിരുന്നു കേട്ടോ. ആ ഒരു പാസ്വേഡ് തന്നെയായിരുന്നു അനഘയുടെ മൊബൈലിന്റെ ലോക്ക്. ആ ഒരു ലോക്ക് അഴിക്കുന്നുണ്ട്. ആ ഒരു നമ്പർ വെച്ച് അവളുടെ ഫോണിന്റെ ലോക്ക് അഴിക്കാണ്. അപ്പോഴേക്കും അങ്ങനെ ആ ഫോണിന്റെ ലോക്ക് അഴിക്കാണെന്ന് നവ്യ. അതിൽ കണ്ട കാഴ്ചകളെല്ലാം അവളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. കാരണം അഭിയുമായുള്ള ചാറ്റിംഗ് ആണ് അതിൽ കൂടുതലും കിടക്കുന്നത്. ഈശ്വര, അപ്പം അവൻ എന്നെ ചതിക്കായിരുന്നോ? ശരിക്കും ചന്തുമോള് അനഘയുടെയും അഭിയുടെയും കുഞ്ഞാണോ എന്നൊക്കെ ഒരു 100,000 ചോദ്യങ്ങൾ നവ്യയുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ നവ്യ അഭിയുമായുള്ള ആ ചാറ്റിംഗ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ ചാറ്റിൽ നിന്നും നവ്യ കാണുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും. എപ്പോഴത്തോട്ടാന്ന് വെച്ചാല് അനഘ അവനെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ഗൾഫിലാണ്, അങ്ങോട്ടേക്ക് വരാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സമയം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ആ ചാറ്റിലുണ്ടായിരുന്നു. തന്റെ, അതായത് അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നും അനഘേനെ 5 വർഷം മുമ്പ് അവൻ പറ്റിച്ച് കടന്നു കളഞ്ഞതാണെന്നും അതിനുശേഷവും അവൻ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഇതുപോലെ നടന്നിട്ടുണ്ടെന്നും അവനൊരു പക്കാ ഫ്രോഡാണെന്നുള്ള കാര്യങ്ങളെല്ലാം അതിലൂടെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവസാനമായി തന്നെ കുഞ്ഞിനെ സ്വീകരിക്കണം, തനിക്ക് ഇന്നപോലെ ഒരു അസുഖമാണ്, ദയവ് ചെയ്ത കുഞ്ഞിനെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് അവൾ അയച്ച മെസ്സേജുകളും കാണുന്നുണ്ട്. ഇത് കാണുമ്പം നവ്യയുടെ കണ്ണുനീരിങ്ങനെ ആ ഫോണിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. നവ്യ അടക്കി പിടിച്ചുകൊണ്ട് ചങ്ക് പൊട്ടി കരയാണ്. നവ്യ ഓർക്കുന്നുണ്ട്, ഈശ്വര, ഇത്രയും കാലം ഇവനെയാണല്ലോ, ഈ രാക്ഷസിനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. എന്നെയും എന്റെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നാണല്ലോ ഞാൻ കരുതിയത്. എല്ലാം കള്ളമായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൾ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അഭി വന്ന് കഥകിട്ട് മുട്ടുന്നുണ്ട്. അത് കണ്ടപാടെ നവ്യ ആ ഫോൺ എടുത്ത് അവൻ അറിയാതെ ഒളിപ്പിച്ചു വെക്കാണ്. അല്ല, നീ എന്താ കഥ അടച്ചിട്ടിരിക്കുന്നതെന്ന് അഭി ചോദിക്കുമ്പം ഒന്നുമില്ല അഭി, ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോവായിരുന്നു, അതുകൊണ്ടാ. ആണോ, എങ്കിൽ നീ ഡോർ അടച്ചോ, ഞാൻ ചുമ്മാ, നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണോ? ഞാനേ പുറത്തേക്ക് പോവാ, നിനക്കെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട അഭി, ഇപ്പൊ ഒന്നും വേണ്ട, എനിക്കെന്തോ നല്ല മൂടില്ല.
മുഖമൊക്കെ വല്ലാണ്ട് വാടിയിരിക്കുന്നല്ലോ, എന്ത് പറ്റും മോളെ എന്ന് ചോദിക്കാണ്. മനസ്സിലപ്പോ ഇവള് പറയുന്നുണ്ട്, രാക്ഷസൻ അവൻ അഭിനയിക്കുന്നത് കണ്ടില്ലേ, എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ എന്ത് പക്കായിട്ടാ അവൻ അഭിനയിക്കുന്നത്, എല്ലാരുടെ മുമ്പിൽ എന്ത് സ്നേഹത്തോടെ എന്റെ പെരുമാറുന്നത്, ഇങ്ങനെയൊക്കെ ചതിക്കാൻ ഇവനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ അവൾ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. നീ എന്താ ആലോചിക്കുന്നേ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല അഭിന്ന് പറയുന്നുണ്ട്. എന്നാ ശരി, ഞാനേ പുറത്തേക്ക് പോവാം, പോയിട്ട് വരുമ്പം എന്റെ മോക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാട്ടോ എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവന്റെ ഐഡിയ എന്തായാലും കൊള്ളാം, എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം എല്ലാം ആദർശന്റെ തലയിലിട്ടു. അതുപോലെ തന്നെ ഇവന്റെ പ്ലാനിങ് എല്ലാം പക്കാണ്. റൗഡികളെ നിർത്തി എല്ലാവരെ കൊണ്ട് പറയിപ്പിച്ചു ആദർശിന്റെ ഭാര്യയാണ് അനഘ എന്നുള്ളത്, സോറി കാമുകിയാണ് അനഘ എന്നുള്ളത്, ചന്തമോൾ ആദർശിന്റെ മകളാണെന്നും. ഇത്രയും കാലം നവ്യ പറഞ്ഞത് ശരിയാ, എനിക്കും എന്റെ കുട്ടിക്കും വേണ്ടിയാണ് എല്ലാവരും കള്ളം പറഞ്ഞത്. ആദർശിന്റെ കുട്ടിയാണ് ചന്തമോൾ എന്നുള്ള കാര്യം ഈശ്വര, ഇത്രയും കാലം ഇവനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത്, ഇതുപോലൊരു വിശപ്പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത് എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് ചങ്കുപൊട്ടി കരയാണ് വീണ്ടും നവ്യ. അപ്പോഴേക്കും കുഞ്ഞ് കരയുന്നുണ്ട്. നവ്യ കുഞ്ഞിനെ എടുക്കാണ്. എന്നിട്ട് കുഞ്ഞിനോടായി പറയുന്നുണ്ട്, മോൻ എന്തായാലും അച്ഛന്റെ സ്വഭാവത്തിലേക്ക് പോകരുത്, മോനെ ഒരു പെങ്ങളും കൂടി ഉണ്ട്. ഇത്രയും കാലം അമ്മയൊന്നും അറിഞ്ഞില്ലടാ, അമ്മയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാ മോന്റെ അച്ഛൻ. ഒരിക്കലും മോന്റെ അച്ഛനെ പോലെ കണ്ടു വളരരുത്, നല്ലവനായി വളരണം, ആദർശനെ പോലെ വളരണം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് പറയാണ് നവ്യ. എന്നിട്ട് അവള് കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞിനവർക്ക് തൊട്ടിലേക്ക് കടത്തിയിട്ട് വീണ്ടും ആ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. തന്നെ സ്വീകരിക്കണമെന്നും ഒരിക്കലും തന്നെ കൈവിടില്ലെന്നും തന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നൊക്കെ അനഘ എങ്ങനെ പറഞ്ഞിരിക്കുന്നതൊക്കെ കാണാൻ കേട്ടോ. സോറി, തന്നെ സ്വീകരിക്കണമെന്നല്ല, തന്റെ മകളെ സ്വീകരിക്കണമെന്ന്, അതായത് ചന്തമോളെ അബി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ ഫോണിലുണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ നവ്യ വായിച്ച് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ശേഷം ഫോൺ വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ പഴയതുപോലെ ആക്കി വെക്കാണ്. അവന്റെ വായിന്ന് തന്നെ എനിക്കെല്ലാം കേൾക്കണം, അവൻ തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയണം. അവൻ എന്തായാലും എന്തൊരു കള്ളനാ, എന്നെ സ്നേഹം നടിച്ച് മുത്തശ്ശനോടൊക്കെ പറയിപ്പിച്ച് ഒരു ബ്രാഞ്ചിന് നേതൃസ്ഥാനം പോലും അവൻ നേടിയെടുത്തു. എല്ലാം അവന് കാശിനും പണത്തിനും മാത്രമേ വേണ്ടിയായിരുന്നു. അവൻ എന്നും പ്രാധാന്യവും മൂല്യം നൽകുന്നത് ഈ പണത്തിനും കാശിനും വേണ്ടി മാത്രമാണ്. പെമ്പിള്ളാരൊക്കെ അവന് വെറും കളിപ്പാവകളാ, അവൻ എപ്പോഴും കളിക്കാനുള്ള ആയുധങ്ങൾ മാത്രം. ഓരോ പെൺകുട്ടീനെ അവൻ ഉപയോഗിച്ച് വലിച്ചെറിയും, അതാണ് അവന്റെ ശീലം. ഇനി ഒരിക്കലും അവനൊരു പെൺകുട്ടിയോടും അങ്ങനെ കാണിക്കാൻ പാടില്ല. അവന്റെ ചതിയെല്ലാം ഞാൻ ഇതോടെ അവസാനിപ്പിക്കും. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ നേരെ അവന്റെ കൈ ഉയരരുത് എന്നൊക്കെ പറഞ്ഞ് നവ്യ സ്വയമേ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. പുറത്തേക്ക് പോയിട്ട് നായനോട് പറയുന്നുണ്ട്, അനഘയുടെ ഫോണ് ഞങ്ങളുടെ മുറിയിൽ ഇരിപ്പുണ്ട്, അതിൽ നിന്നും എല്ലാ ചാറ്റുകളും ഞാൻ കണ്ടു, എന്തായാലും അവന് ഞാൻ വെറുതെ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പം നയന ചോദിക്കാണ്, എന്താ ചേച്ചി ഉദ്ദേശം? അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്തായാലും ഇപ്പം ഞാൻ അറിഞ്ഞുള്ള കാര്യം ആരും അറിയണ്ട. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചി ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത്. ഇല്ലടി, ഒരിക്കലും ഞാൻ പോയില്ല. ഞാനെന്തിനാ പോണേ? അതിന്റെ ആവശ്യം എനിക്കെന്തിരിക്കുന്നു? തെറ്റുകളെല്ലാം ചെയ്തത് അവനല്ലേ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോണോ? ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോവില്ല. ഞാൻ വിവാഹം കഴിച്ച് കയറുന്ന വീടായത്, ഇവിടുന്ന് ഒരിക്കലും ഞാൻ പോവില്ല. പിന്നെ ഇവിടുന്ന് പോകേണ്ട രണ്ടുപേരുണ്ട് ഇവിടെ, എന്റെ അമ്മായിമ്മയും എന്റെ ഭർത്താവും. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ലാത്ത രണ്ട് വർഗങ്ങൾ, അവർ വേണം ഇവിടുന്ന് പോവാനായിട്ട്. എത്രയും പെട്ടെന്ന് രണ്ടിനെയും കൊണ്ട് പായിച്ചു കളയും. നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. ചേച്ചി, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇല്ലടി, പ്രശ്നം ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. എല്ലാ തെളിവുകളും ഞാൻ ശേഖരിക്കും, അതിനുശേഷം മാത്രമേ അവനെ ഞാൻ കൈയോടെ പിടികൂടുള്ളൂ എന്ന് നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യ കുഞ്ഞിനെ ആണെങ്കിൽ നയനോട് ലേപ്പിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോവാണ്. ചേച്ചി എങ്ങോട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ വരാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവള് അവിടുന്ന് പോവാണ്. നേരെ പോകുന്നത് അനഘയുടെ അടുത്തേക്ക് ആയിരിക്കും കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം അനഘയോട് നവ്യ പറയുന്നുണ്ട്, അനഘെ, ഞാനെല്ലാം മനസ്സിലാക്കി. എന്റെ ഭർത്താവ് അഭിയാണ് നിന്നെ ചതിച്ചതെന്നും നിന്റെ കുട്ടിയുടെ അച്ഛൻ അവനാണെന്നും ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം അനഘയ്ക്ക് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ പോലും ഒന്നും മിണ്ടാൻ സാധിക്കാതെ അവളെ കണ്ണു മാത്രം ചിമ്മിക്കൊണ്ട് അവിടെ കിടക്കാണ്. എനിക്ക് മനസ്സിലായി, അന്നാണെങ്കിലും ഇവിടുത്തെ സെർവന്റ് ഓമനിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അഭി വന്നിട്ട് പോകുമ്പോ മാത്രം മോളുടെ മുഖം, നിന്റെ മുഖം വല്ലാണ്ട് മാറും, കറുത്തിരുണ്ട് കൂടും എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും അനഘെ, സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എന്തായാലും നീ പേടിക്കണ്ട. എന്റെ അനിയത്തിയും അവളുടെ ഭർത്താവും അവളെ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത്. അബിയെ ഒരിക്കലും നീ മൈൻഡ് ചെയ്യണ്ട.
കാരണം അവനൊരിക്കലും ആ കുട്ടിയെ സ്വന്തം മോളാണെന്ന് പറഞ്ഞ് സ്നേഹിക്കാനൊന്നും പോകുന്നില്ല. എന്റെ സ്വന്തം മോൻ, അതായത് എന്റെയും അബിയുടെയും കുഞ്ഞ്, എല്ലാവരും അറിഞ്ഞ കുഞ്ഞാണത്. എന്നിട്ട് പോലും അവൻ ഇന്നേ വരെ സ്നേഹം കൊണ്ട് ആ കുഞ്ഞിനെ എടുത്തിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എല്ലാം മറച്ചു വെക്കാനുള്ള അവന്റെ അടവായിരുന്നു എന്നെയും എന്റെ മകനെയും ഇത്രയും കാലം അവൻ സ്നേഹിക്കുന്നവർ അഭിനയിച്ചത്. എന്തായാലും ചന്തമോളുടെ കാര്യത്തില് നിനക്കൊട്ടും വിഷമം വേണ്ട. ആ തറവാട്ടിൽ തന്നെ ആ കുഞ്ഞും വളരും. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആ കുഞ്ഞിനോട് വളരെ സ്നേഹത്തിലാ പെരുമാറുന്നത്. അതുപോലെ തന്നെ അമ്മായിയും എല്ലാവരും. ഇഷ്ടമില്ലാത്തത് പിന്നെ ഇത്രയും കാലം എനിക്കും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എന്റെ ഭർത്താവിന്റെ കുട്ടിയാണെന്ന സത്യം ഞാൻ അറിയുന്നത്. അതോടുകൂടി ആ പാവം കുട്ടിയുടെ വെറുപ്പ് എനിക്ക് പോയി. കാരണം വിവാഹത്തിന് മുമ്പേ എന്നെയും പറ്റിച്ച് കടന്നു കളയാനാ അവൻ ശ്രമിച്ചത്. അതുകൊണ്ട് നിന്റെ വേദന എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ചന്തമോൾ നീ ആ വീട്ടില് സുഖമായി തന്നെ ജീവിക്കും. നീ ഇനി ഇവിടുന്ന് ഉയർത്തു വന്നില്ലെങ്കിൽ പോലും എല്ലാ കാലത്തും ആ കുഞ്ഞിന് നല്ലൊരു ജീവിതം ആ അനന്തപുരക്കാർ കൊടുത്തോളും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അനഘയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ കേട്ടോ. നവി പറയുന്നുണ്ട്, നിനക്കെല്ലാം കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും അബിയുടെ കയ്യിൽ നിന്നും നിന്റെ ഫോൺ ഞാൻ കണ്ടെടുത്തു. അപ്പോഴാണ് എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായത്. നയനയും എന്നോട് പറഞ്ഞിരുന്നു. DNA റിസൾട്ടൊക്കെ അവരുടെ കയ്യിലുണ്ട്. അബിയാണ് ചന്തമോളുടെ അച്ഛനെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയാത്തത് അബിയും അവന്റെ അമ്മയും പിന്നെ വീട്ടിലുള്ള 2-3 രാക്ഷസികളും മാത്ര. ബാക്കി എല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് നീ ഇനി അതോർത്ത് വിഷമിക്കണ്ട. എന്നെങ്കിലും നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാ ഉറപ്പായിട്ടും നിനക്ക് നിന്റെ മകളെ കാണാൻ സാധിക്കും. അതിനൊന്നും ആരും ഒരു തടസ്സവും നിൽക്കില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോട്ടെ. ഹബിക്ക് നല്ല 8ന്റെ പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി കരുതിക്കുട്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം തന്നെ വന്ന് നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. നിനക്കൊരു മനസ്സമാധാനം വേണമല്ലോ. നിന്നെ പറ്റിച്ചു കളഞ്ഞിട്ട് അവനങ്ങനെ സുഖിക്കാൻ നിൽക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ കിടക്കാണ് പാവം അനഘ. അങ്ങനെ നവ്യാണെങ്കിൽ നേരെ അനന്തപുരയിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവിടെ ഇരിക്കായിരിക്കും. മോൾ എങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ കട വരെ ഒന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് നവ്യ. പോയി മോനെയൊക്കെ എടുത്ത് പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അബി വന്ന് സൗണ്ടുള്ള കേൾക്കുന്നുണ്ട്. അങ്ങനെ മോനെ മുറിയിലേക്ക് എടുത്തതിന് ശേഷം എല്ലാവരും താഴേക്ക് വരുന്നുണ്ട്. നവ്യ എല്ലാവരെയും വിളിപ്പിക്കാണ്. അബിയാണെങ്കിൽ ചോദിക്കാണ്, നീ എന്തിനാ എല്ലാവരെയും വിളിപ്പിക്കുന്നത് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട് അബി, നീ ഇവിടെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് മുത്തശ്ശ എന്ന് പറയാണ് കേട്ടോ. ഈ സമയത്ത് നവ്യ അനഘയുടെ ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടപാടെ അബി ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത് അനഘയുടെ ഫോണാണല്ലോ. ഇവക്ക് ലോക്ക് അഴിക്കാനൊന്നും അറിയില്ല. സമാധാനത്തിൽ നിൽക്കാണ് ഇവൻ. അപ്പോഴേക്കും ആ ലോക്ക് അഴിച്ച് കാണിക്കാണ് നവ്യ. ഇത് കണ്ടപാടെ ആകെപ്പാടെ അബിക്ക് തലയുറ്റുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനുള്ളില് ഒരു ചാറ്റ് ഉണ്ട്, വാട്സപ്പ് ചാറ്റ്. ഇത് ആരുടെ ഫോണാണെന്ന് എല്ലാവർക്കും അറിയാൻ ചോദിക്കാണ്. അനാമിക ചോദിക്കാണ്, ആരുടെ ഫോണാ നവ്യേ? അത് ഇപ്പൊ കോമാസ്റ്ററിൽ കിടന്ന അനഘയുണ്ടല്ലോ അവളുടെ ഫോണാ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതിൽ നോക്കിയാൽ കാണാം ആദർശും അവളുമായിട്ടുള്ള ചാറ്റിങ്ങും ഫോൺ വിളിയൊക്കെ കണ്ടു. എല്ലാം ഞാൻ കണ്ടമ്മേ. പക്ഷെങ്കിലേ അത് ആദർശേട്ടനും അനഘയായിട്ടുള്ള ഫോൺ ചാറ്റൊന്നും അല്ല. അനഘയും അനഘനെ പറ്റിച്ചിട്ട് പോയ ആ കാമുകനായിട്ടുള്ള ഫോൺ ചാറ്റാ. കാമുകനായിട്ടുള്ളതോ? അപ്പൊ പിന്നെ ആദർശല്ലേ ചന്ദമോളുടെ അച്ഛൻ? നവി പറയുന്നുണ്ട്, അല്ല ആദർശനല്ല ചന്ദമോളുടെ അച്ഛൻ. ഇത്രയും കാലം നമ്മളെല്ലാരും തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം അബിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ വേർത്ത് കുളിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നവി പറയാണ്, ചെറിയമ്മേ അതുപോലെ തന്നെ അമ്മേ പിന്നെ അനാമികെ, നിങ്ങൾ 3 അറിയാണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ബാക്കി ഇവിടെയുള്ള എല്ലാവർക്കും ഏകദേശം സത്യങ്ങളൊക്കെ അറിയാം. എന്തായാലും എല്ലാവരോടും ഞാനൊരു കാര്യം തുറന്നു പറയാം എന്ന് പറഞ്ഞിട്ട് നയയുടെ കയ്യിൽ നിന്നും ആ DNA റിസൾട്ട് മേടിക്കാണ്. ഇത് കണ്ടോ, ചന്ദമോളുടെ അച്ഛൻ ആരാണെന്നുള്ള DNA റിസൾട്ടാണ്. ഇത് മറ്റാരുമല്ല, എന്റെ ആദർശധീരനായ ഭർത്താവ് അബിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ അബി നിന്ന് ഉരുകുവാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കാണ്. ജലജ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടി പറഞ്ഞത്? നിന്റെ തലയ്ക്ക് എന്താ വല്ല അസുഖം ബാധിച്ചോ? അതോ എന്റെ അനിയത്തിന്റെ ഭർത്താവും കൂടി നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തോ? ഇല്ലമ്മേ, എന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ല. ഞാൻ ഓക്കെയാ. എനിക്ക് സത്യസന്ധമായി മനസ്സിലായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാ DNA റിസൾട്ട് നോയിക്കോ. അത് മാത്രല്ല അനഘയുടെ ഫോൺ ഞാനിപ്പം കണക്ട് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞിട്ട് അവള് കണക്ട് ചെയ്ത് എല്ലാരെയും കാണിക്കാണ്. അതുപോലെ തന്നെ ഇവരുടെ വാട്സപ്പിലകത്തെ ഓഡിയോ ചാറ്റ് എല്ലാം കേൾപ്പിക്കുന്നുണ്ട്. അബി അങ്ങോട്ടേക്ക് സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളും അവൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും കേൾപ്പിച്ചു കൊടുക്കാണ്. ഇതിൽ കൂടെ തെളിവുകൾ എന്തെങ്കിലും ആർക്കെങ്കിലും വേണോന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോഴേക്കും മുത്തച്ഛൻ ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഇത്രയും കാലം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഞാനും ഈ ആദർശും അതുപോലെ ജയനും അജയനും ഒക്കെ മിണ്ടാതിരിക്കായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഈ നവ്യമോള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാതിരിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ചാടി എഴുന്നേക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശന്റെ വരവൊക്കെ കണ്ടിട്ട് അഭി ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. നവി പറയാണ്, മുത്തശ്ശൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ വീട്ടിലേക്ക് മരുമകളായി വന്നു കയറുകളാണ് ഞാൻ. എന്റെ കുഞ്ഞും ഞങ്ങൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അടിച്ച് ഞങ്ങളെ പുറത്താക്കുകയല്ലാതെ ഞാനായിട്ട് ഇവിടുന്ന് പോകുന്നില്ല മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല മോളെ. ഈ വീടും തറവാട് ഞാൻ ആദർശിന്റെ പേർക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ആദർശും നയനയും ഇവിടെയുള്ള എല്ലാവരെയും പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. അവർക്കാണ് ഈ വീടിന്റെ അധികാരം. ബാക്കി എല്ലാവർക്കും അവനവന്റെ ഷെയർ ഉണ്ടെങ്കിൽ പോലും ഈ വീടിന്റെ മുഖ്യത്വം വഹിക്കുന്നത് ആദർശായിരിക്കുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. നവി പറയുന്നുണ്ട്, അത് തന്നെയാണ് മുത്തശ്ശ നല്ല കാര്യം. കാരണം ഇത്രയും കാലം ഞാൻ ആദർശേട്ടനെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല. മുത്തശ്ശനെ പോലെ തന്നെ ആദർശവാനായ കൊച്ചുമാൻ തന്നെയാണ് നമ്മുടെ ആദർശേട്ടൻ. ഒരു യോഗ്യതയുമില്ലാത്തത് ഈ വീട്ടില് മുത്തശ്ശൻ എടുത്തു വളർത്തിയ ഈ അബിയും അവന്റെ അമ്മയും മാത്രമാണെന്ന് നവിയ പറയുന്നുണ്ട്. അന്ന് എന്റെ അമ്മയുടെ ബാഗില് സ്വർണ്ണം ഒളിപ്പിച്ചതും എന്റെ ഈ അമ്മായിമ തന്നെയാ എന്റെ അമ്മയെ കൊടുക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതല്ലേ മോളെ അവളുടെ മോനും കാണിക്കുന്നത്. അമ്മ കള്ളിയാണെങ്കിൽ പിന്നെ മോന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരമ്മ എങ്ങനെയായിരിക്കോ അതുപോലെ ആയിരിക്കും അവരുടെ മക്കളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും പറയുന്നുണ്ട്. നവി പറയാണ്, എന്തായാലും എല്ലാരും നേരത്തെ അറിഞ്ഞതല്ലേ. അറിയാത്ത 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങളുടെ മോനാണ് തെറ്റിയതുള്ള കാര്യം. നിങ്ങളുടെ സ്വന്തം കൊച്ചുമകളാ ഈ നിൽക്കുന്ന ചന്തമോള്. അതെങ്ങനാ? സ്വന്തം ഇവിടെ ഉള്ള ഒരു കൊച്ചുമോനുണ്ടല്ലോ, അവരോട് പോലും നിങ്ങൾക്ക് യാതൊരു സോഫ്റ്റ് കോർണറും ഇല്ല. പിന്നെ അല്ലേ ഈ മോളോടല്ലേ എന്ന് ജലജിയോട് നവി ചോദിക്കുന്നുണ്ട്. അഭിയോട് നവി ചോദിക്കാണ്, അല്ലടാ നിനക്കൊന്നും പറയാനില്ലേ? കഴിഞ്ഞ 3-4 മാസമായിട്ട് നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സ്നേഹത്തിന്റെയൊക്കെ ഇതെന്താണെന്നൊക്കെ എനിക്കിപ്പോ മനസ്സിലായി. നീ ആരാണെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നും പറയുന്നുണ്ട്. ഒന്നും മിണ്ടാനില്ലാതെ ആകപ്പാടെ ഉത്തരം മുട്ടിയ അവസ്ഥയിൽ നിൽക്കാണ് നമ്മുടെ അബി. എന്നിട്ട് നവി പോയിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ ആ ജ്വല്ലറി ഇവൻ കട്ടുമുടിപ്പിക്കും. അതുകൊണ്ട് ആ ജ്വല്ലറി എന്നുള്ള ഇവന്റെ സ്ഥാനം മാറ്റണം. അതുപോലെ തന്നെ ആ ജ്വല്ലറിയുടെ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അടിച്ച് പുറത്താക്കുകയും വേണം. ഇനി ഒരു നിമിഷം പോലും ഇവൻ എനിക്ക് കാണണ്ട. ഞാൻ ഇവിടുന്ന് പുറത്തു പോയിരിക്കണമെങ്കിൽ മുത്തശ്ശൻ ഇവനെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം എന്ന് പറയാണ്. ചന്തമോളെ ഇനി ആരും ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടാ, ഞാൻ നോക്കിക്കോളാം. എനിക്കിപ്പോ 2 മക്കളാ മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഇത്രയും കാലം ഈ തറവാട്ടിലെ പുരുഷന്മാരാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കില് നവ്യമോക്ക് അതിനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നവ്യമോക്ക് അബി ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ബ്രാഞ്ചിന് ചുമതല ഞാൻ നവ്യമോക്ക് തരാണ്. അതുപോലെ മോളുടെ ആവശ്യമാണല്ലോ അവനിവിടുന്ന് അടിച്ചു പുറത്താക്കാൻ. കുറെ മാസങ്ങൾ കൊണ്ടേ ഞങ്ങളും അത് തന്നെയാ ഓർത്തിരിക്കുന്നേ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ അബിയോട് പറയുന്നുണ്ട്, നിന്നെ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് വെളിത്തള്ളുണ്ടെങ്കിൽ ഇറങ്ങിപ്പോക്കോ എന്ന് പറയാണ്. ഒന്നും മിണ്ടാതില്ലാതെ ചന്തമോളെ നവ്യനെ ബാക്കി എല്ലാവരും രൂക്ഷമായി നോക്കിക്കൊണ്ട് അബി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആദർശി പറയാണ്, അച്ഛാ അവനെ ഒരു പാമ്പാ. അവനെ ഉപദ്രവിച്ചാലേ അവൻ ഉറപ്പായും തിരിച്ചു കൊത്തും. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ കൊത്താൻ ഇങ്ങോട്ട് വരട്ടെ, അവന്റെ വിശപ്പിൽ തന്നെ ഞാൻ പറിച്ചു കളയും. അതിനുള്ള പരിപാടിയൊക്കെ നോക്കാൻ എനിക്കറിയാന്ന് പറയുന്നുണ്ട്. അയ്യോ അച്ഛാ ദേ എന്റെ മോൻ പോന്നു. നവ്യെ മോനെ വിളിക്ക്. അവൻ ഇറങ്ങിപ്പോന്ന് കണ്ടില്ലേ? പോട്ടെ, എന്തിനാ ഇങ്ങനെ ഒരു വിഷജന്മത്തെ അമ്മ ജനിപ്പിച്ചത്? മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്കെന്താ അവന്റെ കൂടെ പോണോ? പോക്കോ, തെരുവിലേക്ക് പൊക്കോ 2 പേരും കൂടി. അതായിരിക്കും നല്ലത്. വന്ന വഴി മറക്കരുതല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുമ്പം കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് ജലജ. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിക്കൊണ്ട് നവ്യ അബി ഇപ്പോൾ ഉള്ള ബ്രാഞ്ചിന്റെ ചുമതല ഏറ്റെടുക്കാണ്. അതുപോലെ തന്നെ അബിയെ പുറത്താക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവനാണെങ്കിലോ ഭയങ്കരമായിട്ട് ദേഷ്യം കയറിയിരിക്കുകയാണ്. എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.